ഒരുപാട് പേർക്ക് മാർക്കറ്റിലുള്ള ഒരു വലിയ സംശയമാണ്, ദേ ഇത് നമ്മുടെ മാർക്കറ്റ് ആണെന്ന് കരുതാം. ഈ മാർക്കറ്റ് എന്തുകൊണ്ട് ഈ ഒരു റീജിയൻ നിന്ന് റിവേഴ്സ് ആയി, അല്ലെങ്കിൽ ഇത് എങ്ങനെ കണ്ടെത്താം? ദേ ഇവിടെ നിന്ന് അടുത്ത ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി, ഇത് എങ്ങനെ കണ്ടെത്താം? മാർക്കറ്റ് ഇവിടെ നിന്ന് ഫോളോ ആയി, ഇത് എങ്ങനെ കണ്ടെത്താം? ഈ റിവേഴ്സൽ പോയിന്റ്സ് എങ്ങനെ കണ്ടെത്താം? അതായത് ഇത് പല ടൈം ഫ്രെയിമുകളും എല്ലാ ടൈം ഫ്രെയിമിലും നടക്കുന്നുണ്ട് അല്ലെ. നമ്മൾ 1 മിനിറ്റ് എടുത്താലും 5 മിനിറ്റ് എടുത്താലും 1 ഹവർ എടുത്താലും 1 ഡേ എടുത്താലും 1 വീക്ക് എടുത്താലും 1 മന്ത് എടുത്താലും എല്ലാ ടൈം ഫ്രെയിമുകളിലും ഈ പറയുന്ന റിവേഴ്സൽ നടക്കുന്നുണ്ട് അല്ലെ. അപ്പോ എങ്ങനെ നമുക്ക് ഇത്തരം റിവേഴ്സൽ കണ്ടെത്താം? അതിന് എന്ത് ടൂൾസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം? അപ്പൊ ഇതൊരു വലിയ ചോദ്യമാണ്, അതിനുള്ള ഒരു ആൻസർ ആണ്. അപ്പൊ ഇത് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ പരിചയപ്പെടുത്താം. ആ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിന്റെ സെന്റിമെന്റ് റീഡ് ചെയ്ത് സപ്പോർട്ട് ഏരിയസ് മനസ്സിലാക്കുന്നതാണ്. ഇത് പല ടൈം ഫ്രെയിമിൽ പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ ആദ്യം തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം എല്ലാ ടൈം ഫ്രെയിമിലും ഒരു രീതിയിലല്ല, ഓരോ ടൈം ഫ്രെയിമിനായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് വരുന്നതനുസരിച്ചിട്ട് ഏതൊക്കെ ടൈം ഫ്രെയിം, അതായത് ഇൻട്രാഡേ ആണോ താല്പര്യം, സ്വിംഗ് ആണോ, ഇൻവെസ്റ്റ്മെന്റ് ആണോ, കൂടുതൽ ആൾക്കാർക്ക് എന്തൊക്കെയാണോ താല്പര്യം അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആണല്ലോ. അപ്പൊ ഇപ്പൊ തൽക്കാലം നമുക്ക് ഫസ്റ്റ് ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഇത് മാർക്കറ്റിന്റെ സകല ഹിസ്റ്ററി അല്ല, ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്താലും നമുക്ക് ഈ കാര്യങ്ങൾ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവും. എത്ര വേണമെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, യാതൊരു പ്രശ്നവും ഇല്ല. ആദ്യം തന്നെ ദേ ഇൻഡിക്കേറ്റർ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഇൻഡിക്കേറ്ററിന്റെ പേര്. ഓക്കെ, MTF-OCR. ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല സെർച്ച് ചെയ്യേണ്ടത്. MTF-OCR എന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല. MTF പ്രീവിയസ്, PREVIOUS സ്പെല്ല് ചെയ്ത് പറയുന്നുണ്ട്. MTF പ്രീവിയസ് എന്ന് സെർച്ച് ചെയ്യുക, എന്നാലേ ലഭിക്കത്തുള്ളൂ. OCR എന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് കറക്റ്റ് ആയിട്ട് സ്പെല്ല് ചെയ്ത് തന്നെ പറഞ്ഞത്. അപ്പൊ ഇത് സെർച്ച് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സ് എന്ന സെക്ഷൻ സൈഡിൽ ഉണ്ടാവും, അവിടെ സെർച്ച് ചെയ്താൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ലഭിക്കുന്നതായിരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ്സിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഫസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ദേ നമുക്ക് സ്റ്റൈലിൽ പോയിട്ട് ദേ ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ കൊടുക്കാം. ഇത് കണ്ടോ, പ്രീവിയസ് ഹൈ ലോ റേഞ്ച് ഇത് ഓൺ ആയിരിക്കണം. ഇതിന്റെ കളർ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദേ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പാസിറ്റി ഇത്രയാണ്. ഇനിയിപ്പോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കൊടുത്തോളൂ, ബ്ലാക്കോ മറ്റു കളേഴ്സ് കൊടുത്തോളൂ. എന്തായാലും ചെറിയൊരു ഒപ്പാസിറ്റി, വലിയ ഹൈ ഒപ്പാസിറ്റി കൊടുക്കാതിരിക്കാൻ ചെറിയ ഒപ്പാസിറ്റിയിൽ ഞാൻ വൈറ്റ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ദേ പ്രീവിയസ് ഓപ്പൺ, പ്രീവിയസ് ക്ലോസ്, ഇത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്രീനും റെഡും. അപ്പൊ എല്ലാവർക്കും അത് കാണാം. ഇത് രണ്ടും, ബാക്കിയെല്ലാം ഓഫാണ് കേട്ടോ. ഈ 3 സെറ്റിംഗ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ഓഫാണ്. അടുത്ത ഇൻപുട്ടിൽ പോയതിനു ശേഷം ദേ ഈ സെറ്റിംഗ്സ് എല്ലാം ഓൺ ആയിരിക്കുക. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം 12 മന്ത് എന്നുള്ള ഓപ്ഷൻ, 12M എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ പല ടൈം ഫ്രെയിം ഉണ്ട്, പല ടൈം ഫ്രെയിമിലും പല രീതിയിലാണ് ചെയ്യുന്നത്. അടുത്ത നെക്സ്റ്റ് ചെയ്യേണ്ട ടൈം ഫ്രെയിം ഓരോരുത്തരും പറയുന്നതനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ്, കാരണം ഇത് ബേസ് മനസ്സിലാവാതെ മുന്നോട്ടുള്ള വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. ആദ്യമേ ഇത് യൂസ് ചെയ്യുന്നതിന്റെ ബേസ്, അടിസ്ഥാനം മനസ്സിലാവണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്വിംഗ് ചെയ്യുന്ന ഒരാളാണ്, ആ ടൈം ഫ്രെയിം മാത്രമല്ല, നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ജനറൽ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ജനറൽ ഐഡിയ, അല്ലാതെ അവിടെ മാത്രം നമ്മൾ സ്റ്റക്ക് ചെയ്തിരിക്കരുത്. നമുക്ക് ജനറൽ ആയിട്ടുള്ള ഐഡിയ ആദ്യം ഉണ്ടായിരിക്കണം നമ്മൾ ഡീൽ ചെയ്യുന്ന മാർക്കറ്റിനെ പറ്റി. അപ്പൊ ഇത് ആദ്യം തന്നെ സഹായിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഹൈ ടൈം ഫ്രെയിമിൽ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം, സ്വിംഗ് ചെയ്യുന്നവർക്കുള്ള ടൈം ഫ്രെയിം ഡിഫറെന്റ് ആണ്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പൊ ദേ ഇവിടെ 12 മന്ത് കാണാവുന്നതാണ്. ഓക്കെ കൊടുക്കുകയാണ്. ഇതിനുശേഷം ഞാൻ ആ ഇൻഡിക്കേറ്റർ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ദേ നമുക്ക് ആ ഇൻഡിക്കേറ്റർ ഇവിടെ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഇൻഡിക്കേറ്ററിൽ നമുക്ക് ഇവിടെ ഈ സെറ്റിംഗ്സ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് ചാർട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരു ബോക്സ് ഉണ്ടാവും, ആ ബോക്സിനുള്ളിൽ ഒരു റെഡ് ലൈൻ ഉണ്ടാവും, ഒരു ഗ്രീൻ ലൈൻ ഉണ്ടാവും. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിന്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിൽ ഞാൻ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. തൽക്കാലം ഇത് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് കേൾക്കാം. ഇതിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ബോക്സ് നമുക്ക് ലഭിക്കുമ്പോൾ ഇതിൽ പലയിടത്തും ഈ ഒരു ഗ്രീൻ റെഡ് ഏരിയാസ് ഉണ്ടല്ലോ. അതായത് ഈ ഗ്രീൻ ലൈനും റെഡ് ലൈനും എല്ലാവരും കണ്ടോ? ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്, ഞാൻ പറഞ്ഞു എന്ന് വിട്ടുപോയി. നിഫ്റ്റിയുടെ ചാർട്ടാണ്, വീക്ക്ലി ടൈം ഫ്രെയിം ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്രീൻ ആൻഡ് റെഡ് ലൈൻ എല്ലാവരും കണ്ടല്ലോ. ഈ ഗ്രീൻ ആൻഡ് റെഡ് ലൈൻ പലയിടത്തും നമുക്കൊരു വൈഡ് റേഞ്ച് കിട്ടുന്നതാണ്. വൈഡ് റേഞ്ച് എന്ന് വെച്ചാൽ വളരെ വലുതായിട്ട് കണ്ടോ.
വളരെ വലിയ റേഞ്ച് നമുക്ക് ലഭിക്കുന്നത് കാണാം. എന്നാൽ ചില സ്ഥലങ്ങളില് ഇവർ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കാണാം. അതായത് ഇവർ വളരെ കൂട്ടായിട്ട് നിൽക്കുന്നത് കാണാം. ഓക്കെ, ഇവര് ഭയങ്കര കമ്പനിയാ ഇവിടെ കണ്ടോ, വളരെ ക്ലോസ് ആണ് അല്ലെ, ഇവര് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കാണാം കണ്ടോ. എന്നാൽ ചില സ്ഥലത്ത് ഇവര് ക്ലോസ് അല്ല, വളരെ വൈഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നോക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് ക്ലോസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിള് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് എക്സാമ്പിൾ കാണിച്ചാൽ, ഇത് ക്ലോസ് ആണ്, ഇത് ക്ലോസ് ആണ് കണ്ടോ, ഇത് കണ്ടോ, ഇത് ക്ലോസ് ആണ്, ഇത് കണ്ടോ, ഇത് കുഴപ്പമില്ല, അത്യാവശ്യം ക്ലോസ് ആണ്. ഇത് വൈഡ് ആണ് കണ്ടോ, ഇത് വൈഡ് ആണ്. ഇത് നോക്കി, നല്ല വൈഡ് ആണ്. ഇതൊക്കെ അത്യാവശ്യം വൈഡ് ആണ്, തീരെ ക്ലോസ് അല്ല, എന്നാലും സ്റ്റിൽ ഓക്കെ. ഇതൊക്കെ ക്ലോസ് ആണ്, അത്യാവശ്യം ക്ലോസ് ആണ്. ഇവിടെ രണ്ടും ഒരേ സ്ഥലത്താണ് കണ്ടോ. ഞാൻ എക്സാമ്പിൾ കാണിക്കുന്ന ക്ലോസ് വൈഡ് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവാനാണ്. ഇത് നല്ല ക്ലോസ് ആണ്, ഒരേ സ്ഥലത്ത് നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഇത് ഭയങ്കര വൈഡാ. ഇത് നോക്കി, എന്തുമാത്രം ഡിഫറൻസ് ഉള്ളതെന്ന് നോക്കി, ഹ്യൂജ് ഡിഫറൻസ് ആണ്, വളരെ വൈഡ് ആണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് ക്ലോസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് ലൈൻസ് ക്ലോസ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് ഏരിയ, അതായത് അതൊരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റ് വളരെ സ്ട്രോങ് ഒരു ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ, മാർക്കറ്റ് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിന് എബോവ് ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇതേപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് സെന്റിമെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് ആദ്യം അങ്ങ് പഠിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ആദ്യം തന്നെ നമ്മളിത് ക്ലോസ് ആയിട്ടുള്ള, നമുക്ക് ഞാൻ എടുത്തേക്കുന്ന ചാർട്ട് ഏത് വർഷമാണെന്ന് നോക്കി, 1990 ചാർട്ട് മുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. എത്ര ചാർട്ട് കിട്ടുമോ അത് മൊത്തം എടുത്തിട്ടുണ്ട്, സകല ചാർട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ സ്വിങ്ങിന് ബാക്ക് ടെസ്റ്റ് ചെയ്താലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും ഇൻട്രാഡേക്ക് ചെയ്താൽ ഞാൻ ഒരുപാട് വർഷം എടുക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് 1-2 വർഷത്തെ ഡേറ്റയോ 5 വർഷത്തെ ഡേറ്റയോ മാത്രം എടുത്തിട്ട് ഒരു കാര്യങ്ങളും പറയാറില്ല. ഞാൻ യൂഷ്വലി ഒരുപാട് വർഷത്തെ, കാരണം അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് വർഷത്തെ ഇൻട്രാഡേക്ക് ചെയ്യുന്നെങ്കിൽ 1-2 വർഷം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒരുപാട് വർഷത്തെ ഡേറ്റ എടുക്കണം. മിനിമം ഇൻട്രാഡേക്ക് ചെയ്യുന്നെങ്കിൽ 5-10 വർഷത്തേക്ക് ബാക്ക് ടെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് മിനിമം. ഇത് ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ഞാൻ കിട്ടുന്ന സകല ചാർട്ടും, ഇനിയും ചാർട്ട് പുറകോട്ടുണ്ടെങ്കിൽ അവിടെ തൊട്ടേ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ് പല കാര്യങ്ങളും. അപ്പൊ ഇത് പല കാര്യങ്ങളിൽ ഒരുപാട് രീതിയിൽ പല ടൂൾസില് പല മെത്തേഡ്സില് ഒക്കെ ചെയ്തെടുക്കുന്ന റിസൾട്ടുകളാണിത് കേട്ടോ. അപ്പൊ നമുക്കത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വർഷം എടുത്തേക്കാം പല കാര്യങ്ങളും മനസ്സിലാവാൻ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി മറ്റു ഡേറ്റാസ് ഞാൻ ഈ പറയുന്ന പോലുള്ള ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പറയുക. ഓക്കെ, മറ്റ് എന്തൊക്കെയാണോ ഓരോരുത്തർക്ക് താല്പര്യമുള്ളത്, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്, അതായത് സ്വിംഗ് ആണോ ഇൻട്രാഡേ ആണോ, ഇപ്പൊ ഞാൻ ഇത് ഇൻവെസ്റ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അത് താല്പര്യമുള്ളത് പറയുമ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് കമന്റ് റീഡ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഈ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. ഇവര് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇവര് ക്ലോസ് ആണല്ലോ. ഇവര് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തെന്നുണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ ആ റേഞ്ച് നോക്കി കണ്ടോ. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മാർക്കറ്റ് ഇതിന്റെ എബോവ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് സപ്പോർട്ട് ആവുന്നത്. ഇനി നോക്കി, ഇവിടെ അതൊരു വൈഡ് റേഞ്ച് അല്ലേ, ഇവിടെ വൈഡ് ആണ് കണ്ടോ, ഇവിടെ നല്ല ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് ക്ലിയർ ആണ് കണ്ടോ, കാണുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. അപ്പൊ ഇവിടെ നല്ല വൈഡ് റേഞ്ച് ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്കൊരു നാരോ റേഞ്ച് ആണ്. നാരോ എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുകയാണ്, ഒരു കൂട്ടായിട്ട് നിൽക്കുകയാണ് അല്ലെ. അവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കിയാൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എവിടെയാണ്, മാർക്കറ്റ് ആ ഒരു റേഞ്ചിന്, ഒരു സെക്കൻഡ്, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് റെഡ് ക്യാൻഡിൽ കണ്ടോ, അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ ആ ലെവല്. അപ്പൊ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുമ്പോൾ, മാർക്കറ്റ് ഇതൊരു റെസിസ്റ്റൻസ് ആണെന്ന് മുൻകൂട്ടി മനസ്സിലായാല് നമുക്ക് ആ ഒരു നഷ്ടം ഒഴിവാക്കാൻ പറ്റില്ലേ. ഞാൻ പറയുന്നത് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കി കഴിഞ്ഞാല് നമുക്ക് നഷ്ടം ഒഴിവാക്കാൻ പറ്റത്തില്ല. മാർക്കറ്റ് നോക്കി ആ ഒരു വർഷം മൊത്തം ഉണ്ടോ, ആ ഒരു ഇയർ മൊത്തം മാർക്കറ്റ് നെഗറ്റീവാ. കാരണം മുന്നോട്ട് പോകണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്താലോ ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്താലോ ഓക്കെ. പക്ഷെ ഇത് ഇവിടെ കണ്ടോ, അപ്പൊ ഇതിന് ബിലോ നിൽക്കുമ്പോൾ അത് റിസ്ക് ആണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ലേ. എന്തുമാത്രം പണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പലർക്കും ഇത്തരം ലെവൽസ് മാർക്കറ്റ് അറിയില്ല. അതറിയാത്ത ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ. മുന്നോട്ട് നോക്കി, ഇത് വൈഡ് ആണ്, ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതൊരു നാരോ റേഞ്ച്, ഇത് എന്ത് ക്ലോസ് ആണെന്ന് നോക്കി, ഈ റേഞ്ച് എന്തുമാത്രം ക്ലോസ് ആണ് ഇവരെന്ന് നോക്കി, അത് എന്തൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ. എന്ത് സ്ട്രോങ് സപ്പോർട്ടാണെന്ന് നോക്കി, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും. കണ്ടോ, എന്തൊരു സ്ട്രോങ് സപ്പോർട്ട് ആ ലെവൽ ആക്ട് ചെയ്യുന്നത് കണ്ടോ.
എന്തുമാത്രം തവണയാണ് അവിടെ സപ്പോർട്ട് എടുത്തേക്കുന്ന മാർക്കറ്റ്. ഇത് നമുക്ക് എപ്പോഴും നമുക്ക് മുൻകൂട്ടി മനസ്സിലാവുകയാണ്. ഇത് നമുക്ക് ഇത്തരം റേഞ്ചസ് എന്ത് ചെയ്യാണ്, മുൻകൂട്ടി മനസ്സിലാക്കാൻ സഹായിക്കുന്നില്ലേ? അപ്പൊ അതുപോലുള്ള കാര്യങ്ങള് ഞാൻ ഈ പറയുന്നത് എത്രത്തോളം പേർക്ക് അത് ക്ലിയർ ആവുന്നുണ്ട് എന്നത് അറിയില്ല. ഇത് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന റേഞ്ചുകൾ, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന റേഞ്ചുകൾ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പൊ ഇത് മുന്നോട്ട് ഞാൻ എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണാൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറയുന്ന കാര്യം ഡൗട്ട് ഉള്ളവർക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അതെ ഇവിടെയൊക്കെ നമുക്ക് കാണാം, കണ്ടോ, സപ്പോർട്ട് എടുത്ത് പോണതാണ്. ദേ ഇവിടെ മാർക്കറ്റ് ഇതിനുള്ളിലാണ് ഓപ്പൺ ചെയ്തത്, ഇതിനുള്ളിൽ ഓപ്പൺ ചെയ്ത് കണ്ടോ ഈ ഒരു റേഞ്ചിന് പുറത്തു പോകാൻ ശ്രമിച്ചു, ഫോളോ ആയി മാർക്കറ്റ് ഇവിടെ തന്നെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങള് ഇതൊരു വൈഡ് റേഞ്ച് ആണ് കേട്ടോ, ഇതൊരു വളരെ വൈഡ് ആയിട്ടുള്ള റേഞ്ച് ആണ്. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി ഇത് കണ്ടോ, ഇത് നോക്കി, മാർക്കറ്റ് അവിടെ ഇതിന് എബവ് പോയിട്ടേ കാര്യമുള്ളൂ, ഇതിന് എബവ് പോയിട്ടേ കാര്യമുള്ളൂ. കണ്ടോ, ഇതൊരു വളരെ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരം റേഞ്ചസിന് ബിലോ മാർക്കറ്റ് എന്ന് കഴിഞ്ഞാല് റിസ്ക് ആണ്. കണ്ടോ ഇവിടെയൊക്കെ ബിലോ നിൽക്കുന്ന കണ്ടോ, മൊത്തം നമ്മൾ ഹിസ്റ്റോറിക്കലി മൊത്തം ഡേറ്റ എടുത്ത് നോക്കുക. കണ്ടോ ഇതിന് ബിലോ നിൽക്കുമ്പോൾ മാർക്കറ്റ് നെഗറ്റീവ് ആവുന്നുണ്ടോ? ഇവിടെ നോക്കി, ഇവിടെ രണ്ടും അടുത്താ നിൽക്കുന്നത്, ഇവിടെ ഒരു സ്പേസ് പോലും ഇല്ല. മാർക്കറ്റ് എന്താ നടന്നേ നോക്കി, മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, അതിന് ബിലോ തന്നെ നിന്നു, ഒരു റെക്യാൻഡ് തന്നു. പിന്നെ മാർക്കറ്റ് ഏകദേശം 6 മാസത്തോളം, 6 മാസമാണെന്ന് 4 മാസം മാർക്കറ്റ് 4 മാസത്തോളം മാർക്കറ്റ് ഫോൾ ആയിരുന്നു. കണ്ടോ 4 മാസത്തോളം മാർക്കറ്റ് ഫോൾ ആയിരുന്നു അവിടെ സംഭവിച്ചത്. അപ്പം ഇതിന് എബവ് നമ്മൾ നേരത്തെ പറഞ്ഞ മനസ്സിലായില്ലായിരുന്നോ? ഇതിന് എബവ് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു മാർക്കറ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എബവ് പോകുമ്പോഴാണ് മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ് മൂവ് ആയിട്ട് നമ്മൾ ഇതിന്റെ ബിലോ നിൽക്കുമ്പോൾ അത് റിസ്ക് ആണ്, ഹൈ റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെയൊക്കെ കണ്ടോ, നമ്മൾ നേരത്തെ ഈ റേഞ്ച് ഒക്കെ കണ്ടോ, മാർക്കറ്റ് എന്ത് സപ്പോർട്ടായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത് കണ്ടോ. ഇത് ക്ലോസ് അല്ലേ, ഇത് ക്ലോസ് റേഞ്ച് അല്ലേ, ഇതിന് മുൻപത്തെ റേഞ്ച് എടുക്കാത്തതിന്റെ കാരണം ഇത് വൈഡ് ആണ്. കണ്ടോ വൈഡ് ആയതുകൊണ്ടാണ് ഇത് എടുക്കാത്തത്. ഈ ക്ലോസ് റേഞ്ച് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ സപ്പോർട്ട് ആക്ട് ചെയ്യുന്നു എന്നിട്ടെന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ലെവൽസ് മാർക്കറ്റിലുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കി 7-8 വർഷത്തെ ഡേറ്റ ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞു. മുന്നോട്ട് എന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഇത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്റെ സഹായം ആവശ്യമില്ലാതെ തന്നെ എല്ലാവർക്കും മുന്നോട്ട് പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ കുറച്ച് ഉദാഹരണങ്ങൾ എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കാണാം, കണ്ടോ ഇത് വളരെ ക്ലോസ് വരുന്ന സമയത്ത് മാർക്കറ്റ് അത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന നോക്കുക. ഇത് എത്ര നമ്മൾ ഇത് 10 തവണ എടുക്കുമ്പോൾ എത്ര തവണ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഇത് എത്ര പ്രോബബിലിറ്റി ഉണ്ടെന്ന് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കുക. ഹൈ പ്രോബബിലിറ്റിയിൽ വർക്ക് ആവുന്നതാണ്. ഹൈ പ്രോബബിലിറ്റിയിൽ 10-ൽ 10 അല്ല, 10-ൽ എത്ര തവണ, 6, 7, 8 എത്ര തവണയും നോക്കുക. അപ്പൊ മനസ്സിലാവും ഇതിന്റെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഹൈയർ പ്രോബബിലിറ്റിയിൽ ഭൂരിഭാഗം സമയവും ഇത് വർക്ക് ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം അത്തരം ഒരു ഹൈ പ്രോബബിലിറ്റിയിൽ ഇത്തരം ഒരു ഏരിയ മനസ്സിലാക്കുന്ന നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു യൂസ് കേസ്, ഇത് യൂസ് ചെയ്യുന്നതിന്റെ ഒരു രീതിയാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇനി മറ്റു ടൈം ഫ്രെയിമുകളിൽ ഈ സെന്റിമെന്റ്, ഇത് ഞാൻ എന്റെ ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ടോപ്പിക്കല്ല ഒരു ടൂളാണ്. എന്റെ ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ട്രേഡിംഗ് മോഡൽസ്, പല ട്രേഡിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ഇത് ഒരു ട്രേഡിംഗ് മെത്തേഡോ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയോ അങ്ങനെയൊന്നുമല്ല, മാർക്കറ്റിന്റെ റിവേഴ്സൽ മനസ്സിലാക്കി തരുന്ന ഒരുപാട് അഡ്വാൻറ്റേജ് ആവും. ഇതിപ്പോ ഇതിനറിയാത്ത ഒരാൾക്ക് പോലും ഇത് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. പലയിടത്ത് ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ നോക്കി സപ്പോർട്ട് എടുക്കുന്നുണ്ടോ, കണ്ടോ ഈ ഒരു അടുത്ത് നിൽക്കുന്ന ലെവൽസും സപ്പോർട്ട് എടുക്കുന്നുണ്ടോ. അപ്പൊ ഇതുപോലുള്ള ലെവൽസ്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയുക. ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നതനുസരിച്ചിട്ട് ഞാൻ കമന്റ് ഒരുപാട് എത്രത്തോളം വരുന്നു അതനുസരിച്ചാണ് കണ്ടിന്യൂഷൻ ചെയ്യുന്നത്. അധികം ആൾക്കാർക്ക് താല്പര്യമില്ല, വളരെ 1-2 കമന്റ് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതല്ല. കാരണം എത്രത്തോളം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനൊരു സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്. എത്രത്തോളം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ ഞാനൊരു സീരീസ് ചെയ്തു, അതിനകത്ത് ചിലപ്പോൾ 1-2 പേർക്ക് താല്പര്യമുള്ളൂ, ഭൂരിഭാഗം പേർക്കും താല്പര്യമില്ല എന്ന് മനസ്സിലാവേണമെന്നുണ്ടെങ്കിൽ ആ സീരീസ് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോകില്ല. പക്ഷെ ചില സീരീസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, 4-5 ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും എനിക്ക് അത് ഓരോരുത്തരും അത് യൂസ്ഫുൾ ആവുന്നുണ്ട്. പേഴ്സണലായിട്ട് അയക്കണമെന്ന് ആവശ്യമില്ല. ജസ്റ്റ് യൂട്യൂബിൽ കമന്റ് ചെയ്താലും എനിക്ക് മനസ്സിലാവും, കമന്റോ ലൈക്ക് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള, ഞാൻ ആ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകണമായിരിക്കും. അപ്പൊ ഇത് യൂസ്ഫുൾ ആയി ഇതിന്റെ മറ്റു ടൈം ഫ്രെയിമുകളിൽ യൂസ് ചെയ്യുന്ന ആവശ്യമുണ്ട്, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയുക. തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ആർക്കും ഉപകാരമില്ലെങ്കിൽ ഞാൻ ഉപകാരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തെപ്പോഴും പറയുന്നത് കേട്ടോ.
സൈലന്റ് ആയിട്ട് കാണാതിരിക്കുക. കാണുന്നവർ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. വാട്സപ്പിന്റെ ലിങ്ക് ബിലോ ഉണ്ടാവും. ഞാനത് റിക്വസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ ഞാനത് ഫ്രീ ടൈം കിട്ടുമ്പോൾ വീക്കെൻഡ്സിൽ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്രയും.